നമസ്കാരം. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളിൽ പലരും ജയിലിൽ നിന്നും ഫ്രീ ആയിട്ട് പുറത്തിറങ്ങാനുള്ള സാധ്യതയുണ്ട്. ഈ കേസിലെ 4ാം പ്രതിയായിട്ടുള്ള ബിജീഷിൻ്റെ അഭിഭാഷകൻ TRS കുമാർ ഒരു പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. അദ്ദേഹം പറയുന്നത് 2 മുതൽ 5 വരെയുള്ള പ്രതികൾ കുറ്റബലാത്സംഗം ചെയ്തു എന്ന വിചാരണ കോടതിയുടെ കണ്ടെത്തൽ നിയമപരമായിട്ട് തെറ്റാണ്. ഈ കേസിൻ്റെ പ്രധാന തെളിവായിട്ടുള്ള മെമ്മറി കാർഡ് താൻ കണ്ടതാണ്. അതിൽ കുറ്റബലാത്സംഗം നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിധിക്കെതിരെ അപ്പീൽ പോകാൻ പോവുകയാണ് എന്നാണ് അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞത്. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ കേസിലെ 2ാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ എന്ന് പറയുന്ന വ്യക്തി ഒരു വീഡിയോ പുറത്തുവിട്ടത്. അയാൾ ആ വീഡിയോ റെക്കോർഡ് ചെയ്തത് കുറേയേറെ നാളുകൾക്ക് മുമ്പാണ്. ജാമ്യം കിട്ടിയ സമയത്തോ മറ്റോ ചെയ്ത ഒരു വീഡിയോ ആണ്. എന്നാൽ ആ വീഡിയോ ഇവരെ കോടതി ശിക്ഷിച്ചു കഴിഞ്ഞപ്പോൾ റീസർഫസ് ചെയ്യുകയും അത് പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തു. അത് സോഷ്യൽ മീഡിയയിൽ പലരും പങ്കുവെച്ചത് കണ്ട് അതിജീവിത പെട്ടെന്ന് തന്നെ പോയി മുഖ്യമന്ത്രിയെ കണ്ട് അദ്ദേഹത്തിന് ഒരു പരാതി കൊടുക്കുകയും അതിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും മുഖ്യമന്ത്രി അതനുസരിച്ച് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ പ്രസിദ്ധീകരിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മാർട്ടിനെതിരെ കേസെടുത്തു കഴിഞ്ഞു. കാരണം അതിൽ അയാൾ ഈ അതിജീവിതയുടെ പേര് പറയുന്നുണ്ട്. അതാണ് അതിലെ ഒരു പ്രശ്നം. അപ്പോൾ ആ വീഡിയോ പങ്ക് വെച്ചവർക്കും ഷെയർ ചെയ്തവർക്കും എതിരെ നടപടി ഉണ്ടാകുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ സർക്കാർ ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാരാണെങ്കിൽ ചെയ്യേണ്ടത് ആ വീഡിയോ ഷെയർ ചെയ്ത ആൾക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുകയല്ല. തീർച്ചയായിട്ടും മാർട്ടിനെതിരെ നടപടി സ്വീകരിക്കാം. കാരണം അയാൾ അതിൽ അതിജീവിതയുടെ പേര് പറയുന്നുണ്ട്. ബലാത്സംഗ കേസിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ പേര് വെളിപ്പെടുത്തരുത് എന്ന് നമ്മുടെ രാജ്യത്തൊരു നിയമമുണ്ട്. ആ നിയമം അനുസരിക്കാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്. അപ്പോൾ മാർട്ടിൻ ആ നിയമം തെറ്റിച്ചു. അതുകൊണ്ട് തന്നെ അയാൾക്കെതിരെ എടുത്ത കേസിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷേ വീഡിയോ പങ്കുവെച്ച ആൾക്കാർക്കെതിരെ കേസെടുക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം ഒരു വീഡിയോ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ സാധാരണ മട്ടിൽ ആൾക്കാർ അതിൻ്റെ കണ്ടൻറ്റിൻ്റെ നിയമവശം ഒന്നും നോക്കിയിട്ടല്ല ഷെയർ ചെയ്യുന്നത്. നമ്മുടെ സമൂഹത്തിൽ വളരെയധികം കത്തിപ്പടർന്ന് നിൽക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ഒരു ഡിഫറൻറ്റ് വേർഷൻ, അതുവരെ ആരും പറയാത്ത ഒരു വേർഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർക്ക് ഔത്സുക്യമുണ്ടാകും, താല്പര്യമുണ്ടാകും, അവർ ഷെയർ ചെയ്യും. അതിനെതിരെ കേസെടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ ഏതെല്ലാം വീഡിയോകൾ, ഏതെല്ലാം പോസ്റ്റുകൾ ഓരോരുത്തർ ഷെയർ ചെയ്യുന്നു. പോലീസുകാർക്ക് അതിനെ പണി കാണുകയുള്ളൂ. യഥാർത്ഥത്തിൽ സർക്കാർ ചെയ്യേണ്ടത് എന്താണ്? നമുക്കറിയാം, മാർട്ടിൻ എന്ന് പറയുന്ന വ്യക്തി ഈ സംഭവത്തിൻ്റെ മുഴുവൻ സമയ ദൃക്സാക്ഷിയാണ്. ഈ സംഭവം നടക്കുന്ന സമയം മൊത്തം അയാൾ ആ വണ്ടിയിലുണ്ട്, അല്ലെങ്കിൽ ആ സംഭവ സ്ഥലത്തുണ്ട്. അപ്പോൾ അയാൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അയാൾ ഇങ്ങനെ പറയുമ്പോൾ അത് ശരിയോ തെറ്റോ ആയിക്കോട്ടെ, അതിന്മേലൊരു അന്വേഷണം നടത്താൻ സർക്കാർ ബാധ്യസ്ഥരാണ്. തീർച്ചയായിട്ടും ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ കോടതി തള്ളിക്കളഞ്ഞു, നമുക്കറിയാം. പക്ഷേ കോടതി തള്ളിക്കളഞ്ഞത് അയാൾ പറഞ്ഞത് കള്ളമായതുകൊണ്ടല്ല. കോടതിക്ക് അതേക്കുറിച്ച് അറിയില്ല. കോടതിയുടെ മുമ്പിലുള്ള റിപ്പോർട്ട് മറ്റൊന്നാണ്. പോലീസുകാർ കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ചാണ് കോടതി തീരുമാനമെടുക്കുന്നത്. മാർട്ടിൻ പറഞ്ഞ കാര്യത്തിന്മേൽ അന്വേഷണം നടന്നിട്ടില്ല. അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ അയാൾ പറഞ്ഞ് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ മാർട്ടിൻ്റെ ആരോപണം, അയാൾ അതിലെ ഒരു പ്രതിയും അതിൻ്റെ ദൃക്സാക്ഷിയുമായതുകൊണ്ട് അയാൾ പറയുന്ന കാര്യങ്ങളിന്മേൽ ഒരു അന്വേഷണം അനിവാര്യമാണ്. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് എന്തുകൊണ്ട് അന്വേഷിച്ചുകൂടാ? അതിൽ വല്ല കുഴപ്പമുണ്ടോ? അയാൾ പറയുന്നത് ശരിയാണെങ്കിലോ? അപ്പോൾ അത്തരത്തിലുള്ള ഒരു നടപടിയായിരുന്നു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. അയാൾ പറഞ്ഞത് കള്ളമാണെന്നുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് തന്നെ ജനങ്ങളെ അറിയിക്കണം. അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കള്ളമാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു പരാതി കിട്ടിയ വഴിക്ക് തന്നെ നേരെ ആ വീഡിയോ ഇറക്കിയ ആൾക്കാർക്കെതിരെ, പങ്കുവെച്ച ആൾക്കാർക്കെതിരെയൊക്കെ നടപടി സ്വീകരിക്കുന്ന ഒരു ലെവലിലേക്കാണ് ഗവൺമെൻറ് പോകുന്നത്. ഇത്രയധികം പ്രമാദമായൊരു കേസ്. ഇത്ര നാളും ദിലീപ് നമ്മുടെ മുമ്പിൽ കുറ്റവാളിയായിരുന്നു. എന്നാൽ ഇപ്പോൾ ദിലീപ് നിരപരാധിയായിട്ട് മാറി. അതിൽ നിന്ന് തന്നെ ഈ കേസിൽ നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ ശരിയാണോ എന്ന സംശയം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സംശയം രൂക്ഷമായിട്ട് നിലനിൽക്കുന്ന സമയത്താണ് മാർട്ടിൻ്റെ വീഡിയോ റീസർഫസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ അഡ്വക്കേറ്റ് പറഞ്ഞതോട് വെച്ച് നോക്കുമ്പോൾ ഈ കേസിൽ ഇനിയും നമ്മൾ അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ദിലീപിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടോ കാവ്യ മാധവനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടോ ആരൊക്കെയോ ചേർന്ന് ഉണ്ടാക്കിയ ഒരു സ്ക്രിപ്റ്റ് ആണോ ഇത് എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ്. ഇതിൽ കേരള പോലീസിന് അന്വേഷിക്കാൻ എന്തെങ്കിലും പരിമിതി ഉണ്ടെങ്കിൽ CBI കൊണ്ട് അന്വേഷിപ്പിക്കണം. കാരണം നിരപരാധികൾ ഒരു കാരണവശാലും ശരി കുടുങ്ങാനോ ജയിലിലാകാനോ അല്ലെങ്കിൽ അവർക്ക് അപമാനം ഉണ്ടാകാനോ പാടില്ല. സത്യം സത്യമായിട്ട് നമ്മുടെ മുമ്പിൽ വരണം.
ഇപ്പോഴും ഈ കേസിൻ്റെ പിന്നിലെ ഗൂഢാലോചന ആര് നടത്തിയെന്ന് നമ്മുടെ പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റാതെ പോയത് വളരെ വലിയൊരു വീഴ്ചയാണ്. ആ വീഴ്ച പരിഹരിക്കാനാണ് സർക്കാർ നോക്കേണ്ടത്. ആര് ഈ ഗൂഢാലോചന നടത്തി? ഇപ്പോൾ ഈ വക്കീൽ പറഞ്ഞതനുസരിച്ച് 2 മുതൽ 5 വരെയുള്ള പ്രതികൾ ഈ ബലാത്സംഗത്തിൽ ഉൾപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അപ്പീലിന് പോവുകയാണെന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമ്മൾ അറിയാനായിട്ട് കിടപ്പുണ്ട്. അതുകൊണ്ട് ഗവൺമെൻറ്റിന് മനസ്സുണ്ടെങ്കിൽ മാർട്ടിൻ പറഞ്ഞ കാര്യങ്ങളിൽ നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തണം. എന്താണോ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതറിയാൻ പൊതുജനങ്ങൾക്ക് അവകാശമുണ്ട്. കാരണം അത്രമേൽ വാർത്താ പ്രാധാന്യം നേടിയ ഒരു കേസായിരുന്നു ഇത്. താങ്ക് യു.